അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ഉളുഹിയത്തിൻ്റെ തോല് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ഉളുഹിയത്തിൻ്റെ മൃഗത്തെ അറുക്കുന്നതോടുകൂടി അവൻ്റെ ഉടമസ്ഥതാവകാശം നീങ്ങുന്നതാണ്. എന്നാൽ അതിനാൽ നിർബന്ധമാക്കപ്പെട്ട ഉളുഹിയത്താണെങ്കിൽ ആ നാട്ടിലുള്ള ദരിദ്രർക്ക് തന്നെ നൽകൽ നിർബന്ധമാണ്. അതല്ല, സുന്നത്ത ഉളുഹിയത്താണെങ്കിൽ അത് അവൻ്റെ ആവശ്യങ്ങൾക്ക്, അവൻ്റെ ചെരുപ്പ് ധരിക്കൽ അല്ലെങ്കിൽ ഹുഫ ഉണ്ടാക്കാനൊക്കെ വേണ്ടിക്കൊണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ധനികർക്ക് എന്താവുക, അത് നൽകാവുന്നതാണ്. പക്ഷേ ധനികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിൽക്കൽ എന്തല്ല, അവകാശമില്ല എന്നുള്ളതാണ്. എന്നാൽ ദരിദ്രർക്ക് ധർമ്മം ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഉടമകൾക്ക് അത് വിൽക്കുകയോ അല്ലെങ്കിൽ കൂലിയായിക്കൊണ്ട് നൽകുകയോ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. വിറ്റ് കിട്ടുന്ന ക്യാഷ് അത് പാവങ്ങൾക്കോ അല്ലെങ്കിൽ പള്ളി, മദ്രസ പോലത്തെ സംവിധാനങ്ങൾക്ക് നൽകലും ഹറാമാണ്. ഉളുഹിയത്തിൻ്റെ തോല് വിൽക്കൽ വൻ കുറ്റമായിക്കൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. മൻ ബഅ ജിൽദ ഉളുഹിയത്തി ഫല ഉളുഹിയത്ത ലഹു. ഒരാൾ ഉളുഹിയത്തിൻ്റെ തോല് വിൽപ്പന നടത്തിയാൽ അവനക്ക് ഉളുഹിയത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, അനുയോജ്യമായ മാർഗം എന്ന് പറഞ്ഞാൽ അറുക്കപ്പെടുന്ന നാട്ടിലെ ഏതെങ്കിലും പാവങ്ങളെ കണ്ടെത്തിക്കൊണ്ടെന്താവുക, അവർക്ക് നൽകുക, അതാണ് ചെയ്യേണ്ടത്. ഇനി അവർക്കത് സ്വന്തം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ വിൽക്കപ്പെടുന്ന വ്യക്തി എന്താവണം, അത് മുസ്ലിം ആയിരിക്കും എന്നുള്ളത് നിബന്ധനയാണ്. ഈ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.